ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10th ക്ലാസ്സിലെ SCERT ചാപ്റ്ററാണ്, ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പം SCERT വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴത്തെ PSC എക്സാമിന്. അതിൻ്റെ ഓരോ സെൻറ്റൻസും അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ SCERT കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നത്. എല്ലാവരും കൃത്യമായി നോട്ട് എഴുതി പഠിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് വീഡിയോസ് ഇടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാനും പ്രതികരിക്കാനും, പാർട്ട് 1. ഓക്കെ, അപ്പോൾ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാവുന്ന പ്രേരണകൾ എന്താണെന്ന് വെച്ചാൽ ഉദ്ദീപനങ്ങൾ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു പാത്രം നിറച്ച് ബിരിയാണി എന്ന് വെച്ചു, ആ ബിരിയാണി കാണുമ്പോൾ നമുക്കൊരു ഇത് തോന്നില്ലേ? അപ്പോൾ അത് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്ദീപനങ്ങൾ മൂലമാണ് അപ്പോൾ അതാണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണം നോക്കിക്കേ, ശരീരത്തിനുള്ളിൽ ഉണ്ടാവുന്ന ഉദ്ദീപനങ്ങൾ വിശപ്പ്, ദാഹം. അതാണ് ഞാനിപ്പോൾ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മളെ മുടിയെ പിടിച്ച് വലിക്കുമ്പോൾ നമുക്കൊരു പെയിൻ ഉണ്ടാവില്ലേ? അതെന്തുകൊണ്ടാണ്? ഈ ഉദ്ദീപനങ്ങൾ മൂലമാണ്. നമ്മുടെ കൈക്കൊരു മുറിവുണ്ടാവും നമുക്കൊരു വേദന ഉണ്ടാവില്ലേ? അതെന്തുകൊണ്ടാണ്? ഈ ഉദ്ദീപനങ്ങൾ മൂലമാണ്. ഓക്കെ, ഉദ്ദീപനങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് അപ്പം ഗ്രാഹികൾ, റിസപ്റ്റേഴ്സാണ് അടുത്തത് പറയുന്നത്. ഈ ഗ്രാഹികൾ, റിസപ്റ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉദ്ദീപനങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ. ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലായി ഒരു സ്പെഷ്യലായിട്ടൊരു കോശങ്ങളുണ്ടാവും, സവിശേഷമായ കോശങ്ങളുണ്ടാവും. ആ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നതോടെ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ പ്രതികരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദീപനങ്ങളെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ 2 പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന ആരാണ്? ഗ്രാഹികൾ. അതെല്ലാവർക്കും മനസ്സിലായല്ലോ. അതിന് ഈ ഗ്രാഹികൾ എങ്ങോട്ട് നമ്മൾ കൊണ്ടുപോകുന്നു? ഉദ്ദീപനങ്ങളെ തലച്ചോറിലെത്തിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നു. ആ പ്രവർത്തനത്തെ പറയുന്ന പേരെന്താണ്? പ്രതികരണ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, പ്രവർത്തനങ്ങൾ. ഈ പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നാഡീ വ്യവസ്ഥ. അതുപോലെ തന്നെ പ്രതികരണ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണ്? നാഡീവ്യവസ്ഥയാണ്. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടെ പറയാം. ഉദ്ദീപനങ്ങളുണ്ട്. ഉദ്ദീപനങ്ങൾ എന്താണ്? നമ്മുടെ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ ഉദ്ദീപനമാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് പറയുന്നത്? ഗ്രാഹികളെ കുറിച്ച് പറഞ്ഞല്ലേ. ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ശരീരത്തിൻ്റെ സവിശേഷമായ വിവിധ ഭാഗങ്ങളിലുള്ള കോശങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഗ്രാഹികൾ എന്ന് പറയുന്നു. ഈ ഗ്രാഹികൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നു, എന്നിട്ട് അവ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഉണ്ടാകുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരെന്താണ്? പ്രതികരണ പ്രവർത്തനങ്ങൾ. അത് കഴിഞ്ഞ് പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആരാണ്? നാഡീ വ്യവസ്ഥ. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതും നാഡീ വ്യവസ്ഥയാണ്. ഇത് മറക്കരുത് കേട്ടോ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാഡീ കോശത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് എന്താണ്? ന്യൂറോൺ എന്നാണ്. അപ്പോൾ ഈ നാഡീ വ്യവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ശരീരത്തിൻ്റെ പ്രതികരണ പ്രവർത്തനങ്ങളുടെ നിയന്ത്രിക്കുകയും ഇതാക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതും നാഡീവ്യവസ്ഥയാണ്. അപ്പോൾ ഈ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാഡീ കോശത്തിൽ നിന്നാണ്, ന്യൂറോൺ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇത് പോയിന്റ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അത്. അപ്പോൾ എന്നിട്ട് മറ്റെല്ലാ കോശങ്ങളെയും പോലെ എല്ലാ കോശങ്ങൾക്കും ഇംഗ്ലീഷിൽ സെല്ലെന്നാട്ടോ കോശങ്ങൾക്ക് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർക്ക് വേണ്ടി ഞാൻ പറയുന്നു കേട്ടോ ടേം. അപ്പം എല്ലാ കോശങ്ങൾക്കും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഇല്ലേ, അതുപോലെ തന്നെ നമ്മുടെ നാഡീ കോശങ്ങൾക്കും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, അപ്പം നാഡീകോശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം നാഡീകോശമാണ്. എല്ലാ കോശങ്ങളെയും പോലെ തന്നെ നാഡീകോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, ഇനി നാഡീകോശത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ ആണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡെൻഡ്രൈറ്റ് ഉണ്ട്, ഡെൻഡ്രോൺ ഉണ്ട്, ഷ്വാൻ കോശങ്ങളുണ്ട്, ആക്സോൺ ഉണ്ട്, ആക്സോണൈറ്റ് ഉണ്ട്, സിനാപ്റ്റിക് നോക്കുന്നുണ്ട്. ഈ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഫങ്ഷൻസും ഇതിനെക്കുറിച്ചുള്ളത് നമുക്കൊരു പിക്ചറായിട്ട് നമുക്ക് നമ്മുടെ SCERT ടെസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഓരോ പോയിന്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ക്രോസ് മാച്ച് ദ ഫോളോയിങ്ങോ അങ്ങനെയൊക്കെ ആയിട്ട് ഇത് ചോദിക്കും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അതിനകത്ത് ഓരോ പോയിന്റ്സും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്കൊരു പിക്ചർ വെച്ചിട്ട് നമുക്കിതൊന്ന് നോക്കാം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്.
നാഡീകോശത്തിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ ഡെൻഡ്രൈറ്റ്. ഫസ്റ്റ് വൺ ഡെൻഡ്രൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിൻ്റെ കണ്ടില്ലേ ഈ സൈഡിലുള്ള ഈ ശാഖകളില്ലേ, ഇതാണ് ഡെൻഡ്രൈറ്റ്. ഈ ഡെൻഡ്രൈറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് ഡെൻഡ്രോണിൻ്റെ ശാഖകളെന്നാണ് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രോൺ ഏതാണ്? ഇതിപ്പോൾ ഈ സൈഡിലുള്ളതാണ് ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. സൈഡിൽ ഇങ്ങനെ കണ്ടില്ലേ, അതാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതിൻ്റെ ഈ ഉള്ളിലത്തെ ഭാഗം കണ്ടില്ലേ, ഈ ഭാഗം, അതാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ഡെൻഡ്രോണിൻ്റെ ഈ ഭാഗത്തിലെ ഈ സൈഡിൽ കിടക്കുന്ന ശാഖകളാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? പിന്നെ തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം, തൊട്ടടുത്തുള്ള നിന്നുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുന്ന ഭാഗം. അപ്പം ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. കണ്ടല്ലോ ഇവിടെ ശാഖകളായിട്ടല്ലേ ഉള്ളത് ഡെൻഡ്രൈറ്റ്. ഈ സാധനമല്ലേ ഡെൻഡ്രൈറ്റ്? അതെ. അപ്പോൾ അങ്ങനെ പിന്നെ തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്ന് നീളം കുറഞ്ഞ തന്തു. കോശ ശരീരത്തിൽ നിന്ന് നീളം കുറഞ്ഞ തന്തു. അതുപോലെ ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവയവങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നു. എന്ന് വെച്ചാൽ കോശ ശരീരത്തിൽ ഇവിടെ ഇതല്ലേ ഡെൻഡ്രോൺ നമ്മൾ പറയുന്നത്. ഡെൻഡ്രോൺ ഇതിൻ്റെ ഉള്ളിൽ ഇതല്ല കേട്ടോ, അത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള ആ ഒരു ഭാഗമല്ലേ നമ്മൾ പറയുന്നത് ഡെൻഡ്രോണ്. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള ഈ ഭാഗത്തെ നമ്മൾ ഡെൻഡ്രോൺ പറയുന്നത് കേട്ടോ. അപ്പം കോശ ശരീരത്തിൽ നിന്ന് നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. അപ്പം ഡെൻഡ്രൈറ്റിൽ നിന്ന് ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ശാഖകൾ, ഈ ശാഖകളിൽ നിന്ന് ആവയവങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, കോശ ശരീരത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു ആവയവങ്ങളെ. ഓക്കെ, അതാണ് ഡെൻഡ്രോൺ. അപ്പം ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? കോശ ശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കുറഞ്ഞ ഭാഗം. അതുപോലെ തന്നെ ഡെൻഡ്രൈറ്റിൽ നിന്നും നമ്മുടെ ആവയവങ്ങളെ സ്വീകരിച്ച് കോശ ശരീരത്തിൽ എത്തിക്കുന്നു. ഓക്കെ, ഇനിയും ഷ്വാൻ കോശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഷ്വാൻ കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സോണിനെ വലയം ചെയ്യുന്നു. ഈ ആക്സോണിനെ ഷ്വാൻ കോശം എന്ന് പറഞ്ഞാൽ ആക്സോണിനെ വലയം ചെയ്യുന്നു. ഓക്കെ, ഷ്വാൻ കോശം എന്ന് പറഞ്ഞാൽ ആക്സോണിനെ വലയം ചെയ്യുന്നു. ആക്സോൺ എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ കണ്ടില്ലേ സൈഡിലുള്ള ഈ കുഞ്ഞു ഇതാണ്. അപ്പോൾ ഇതിനെ മൊത്തം വലയം ചെയ്യുന്നതാണ് ഏത്? ഷ്വാൻ കോശം. ഇതാണ് ഷ്വാൻ കോശം. കണ്ടോ, ഇത് വലയം ചെയ്തിട്ടല്ലേ ഷ്വാൻ കോശം നിങ്ങളവിടെ കാണുന്നത്? മനസ്സിലായില്ല? ഇത് നോക്കിയേ, ഷ്വാൻ കോശം എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിങ്ങനെ വലയം ചെയ്തിട്ടല്ലേ ഉള്ളത് ഈ ഷ്വാൻ കോശം. കണ്ടില്ലേ? അപ്പോൾ ആക്സോണിനെ വലയം ചെയ്യുന്നതാണ് ഷ്വാൻ കോശം. ആക്സോൺ എന്ന് പറഞ്ഞത് കണ്ടില്ലേ ഈ നേരെയുള്ള ഈ സൈഡിലുള്ള ഇതാണ് ആക്സോൺ, കുഞ്ഞു വര പോലത്തെ സംഭവം. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണം നമ്മളിവിടെ പഠിച്ചത് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഷ്വാൻ കോശം. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നീളം കുറഞ്ഞ തന്തു കോശ ശരീരത്തിൽ. പിന്നെ ഡെൻഡ്രൈറ്റിൻ്റെ ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നു, അതാണ് ഡെൻഡ്രോൺ. ഓക്കെ, പിന്നെ ഷ്വാൻ കോശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആക്സോണില്ലേ, ആക്സോണിനെ വലയം ചെയ്യുന്ന സാധനമല്ലേ ഷ്വാൻ കോശം. അപ്പോൾ വളരെ സിമ്പിളല്ലേ ഓർത്തിരിക്കാനെല്ലാം. നിങ്ങൾക്ക് ഈ പിക്ചർ മനസ്സിൽ ഓർത്താൽ മതി കേട്ടോ. പിക്ചർ ഓർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഓരോന്നും എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആക്സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഷ്വാൻ കോശം എന്ന് പറഞ്ഞാൽ ആക്സോണിനെ വലയം ചെയ്യുന്നതാണ് ഷ്വാൻ കോശം. അതുപോലെ ആക്സോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്ന് നീളം കൂടിയ തന്തു, കോശ ശരീരത്തിൽ നീളം കൂടിയ തന്തു. ഇത് നല്ല ആക്സോൺ നല്ല നീട്ടമല്ലോ, ഇവിടെ വരെ ഇല്ല നീട്ടം. അപ്പോൾ കോശ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ തന്തു, അതായത് നമ്മുടെ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അപ്പോൾ കോശ ശരീരത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ തന്തു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇതല്ലേ ഇവിടെ ഇത്രയും ഭാഗമല്ലേ നീട്ടം, ഇങ്ങനെയല്ലേ വരുന്നുള്ളൂ. അതാണ് ഏത്? ഡെൻഡ്രോൺ. കോശ ശരീരത്തിൽ നീളം കൂടിയ തന്തു ഏതാണ്? ആക്സോൺ. മറന്നു പോരുത് കേട്ടോ, കമ്പാരിസൺ എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഇതൊക്കെ അങ്ങോട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കാൻ ചോദിക്കും എക്സാമിന്.
ഓക്കെ. എന്നിട്ട് ഈ ആക്സോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്ന് അവയവങ്ങളെ പുറത്തേക്ക് സംഭവിക്കുന്നു. അപ്പോൾ കോശ ശരീരം ഇതല്ലേ കോശ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ ഇങ്ങനെ പുറത്തോട്ടല്ലേ കൊണ്ടുപോകുന്നത്, പുറത്തേക്ക് സംഭവിക്കുന്നു. അപ്പോൾ കോശ ശരീരത്തിൽ നിന്ന് അവയവങ്ങളെ ഡെൻഡ്രൈറ്റുകളിൽ നിന്ന് അപ്പം ഇത് ഈ ഡെൻഡ്രോണും ആക്സോണും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഡെൻഡ്രൈറ്റിൽ നിന്ന് അവയവങ്ങളെ ഇങ്ങനെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നു ആര്, ഡെൻഡ്രോൺ. അത് കഴിഞ്ഞ് ഈ അവയവങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്, നമ്മുടെ ആരാണ്, ആക്സോൺ. ഓക്കെ. അപ്പം ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ഡെൻഡ്രൈറ്റിൽ നിന്ന് അവയവങ്ങളെ സ്വീകരിക്കുന്നു, ഏറ്റവും നീളം കുറഞ്ഞ കോശതന്തു. ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻഡ്രോണിൽ നിന്ന് ഈ നീളം കുറഞ്ഞ കോശതന്തുവിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നീളം കൂടിയ കോശതന്തുവിലൂടെ അവയവങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതാണ് ആക്സോൺ, ഏറ്റവും നീളം കൂടിയ തന്തു. ഓക്കെ. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാനായി ഓക്കെ ആയില്ലേ. പിന്നെ ആക്സോൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളല്ലേ. ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ആക്സോൺ ശ്വാൻകോശം എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സോണിനെ വലയം ചെയ്യുന്ന തന്തു. സിമ്പിളായില്ലേ, മറക്കാണ്ട് ഓർക്കൂല്ലേ. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്, ആക്സോനൈറ്റ്. ആക്സോനൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്സോണിൻ്റെ ശാഖകൾ. ഈ ആക്സോൺ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടെയല്ലേ കുറേ കാണുന്ന ശാഖകൾ, ഇതാണ് ആക്സോണിൻ്റെ ശാഖകളാണ് എന്ത്, ആക്സോനൈറ്റ്. അപ്പോൾ നമ്മൾ മറ്റേ ഡെൻഡ്രൈറ്റ് പഠിക്കുന്നില്ല. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡെൻഡ്രോണിൻ്റെ ശാഖകൾ. ഡെൻഡ്രോൺ ഇവിടെയും ഡെൻഡ്രോണിൻ്റെ ഈ സൈഡിലുള്ള ഡെൻഡ്രോണിൻ്റെ ശാഖ പോലെ തന്നെ ആക്സോനൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്സോണിൻ്റെ ശാഖകൾ. ഓക്കെ. സിമ്പിളല്ലേ ആക്സോണിൻ്റെ ശാഖകൾ മനസ്സിലാക്കാൻ. ആക്സോൺ കഴിഞ്ഞ് ആക്സോൺ ഇവിടം വരെ അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ വിടുമ്പോൾ കുറേ ശാഖകളില്ലേ, അതാണ് ആക്സോനൈറ്റ്. ഓക്കെ. എന്നിട്ട് അവയവങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻഡിലൊരു നോബുണ്ട്, അതാണ് സിനാപ്റ്റിക് നോബ്. ആക്സോനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സോണിൽ ശാഖകളാണ്. ഈ ശാഖകൾ എങ്ങനെ, അവയവങ്ങളെ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി ആക്സോൺ പുറത്തേക്ക് വിടുന്നത്, എന്നിട്ട് അതെങ്ങോട്ട് എത്തിക്കുന്നു, സിനാപ്റ്റിക് നോബിൽ അവയവങ്ങളെ എത്തിക്കുന്നു. ഓക്കെ. ഒന്നുകൊണ്ടെങ്കിൽ ഞാൻ ക്ലിയർ പിക്ചർ ആക്കി തരാം. ആദ്യം അവയവങ്ങൾ ഇങ്ങനെ വന്ന് ഈ ഡെൻഡ്രൈറ്റിൽ കൂടെ വന്ന് കോശ ശരീരത്തിലെത്തുന്നു. ഏതുവഴി, ഡെൻഡ്രോൺ വഴി. ഓക്കെ. എന്നിട്ട് ഇവിടുന്ന് ഈ അവയവങ്ങളെ ഇങ്ങനെ ആക്സോൺ കൊണ്ടുപോകുന്നു അല്ലേ, പുറത്തേക്ക് കൊണ്ടുപോകുന്നു. കൊണ്ടുപോകുന്ന എവിടെ എത്തിക്കുന്നു, ആരെത്തിക്കുന്നു, ആക്സോനൈറ്റ് സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. ഇത്രയാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത് കേട്ടോ. ആ ഒരു ഫ്ലോ നിങ്ങൾ മനസ്സിലാക്കണം. അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്താണെന്ന് പറയാം. അപ്പം ആക്സോനൈറ്റ് എന്നാണ് ആക്സോണിൻ്റെ ശാഖകൾ. ആക്സോൺ ഇതാണല്ലോ, അപ്പോൾ ഇവിടെ കുറേ ശാഖകളുണ്ടല്ലോ, അതാണ് ആക്സോണിൻ്റെ ശാഖകൾ. എന്നിട്ട് ഈ ആക്സോണിൻ്റെ ശാഖകൾ തന്നെ ഇവിടെ അറ്റത്തൊരു നോബുണ്ട്. ഇത് കണ്ടില്ല, അറ്റത്ത് ഇങ്ങനെ ഒരു വട്ടം പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മിനിറ്റ് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഈ അറ്റത്ത് ഒരു വട്ടം അതാണ്. അപ്പോൾ അതാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിലേക്ക് ആക്സോനൈറ്റ് അവയവങ്ങളെ എത്തിക്കുന്നു. അതാണ് ആക്സോനൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി സിനാപ്റ്റിക് നോബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സോനൈറ്റിൻ്റെ അഗ്രഭാഗം അല്ലേ, ഏറ്റവും എൻഡിലല്ലേ സിനാപ്റ്റിക് നോബ്. ഇത് ആക്സോനൈറ്റിൻ്റെ അഗ്രഭാഗത്തല്ലേ, ഇതല്ലേ ആക്സോനൈറ്റ്. ഈ ആക്സോനൈറ്റിൻ്റെ അഗ്രഭാഗത്തല്ലേ സിനാപ്റ്റിക് നോബ്. അതെ, ആക്സോനൈറ്റിൻ്റെ അഗ്രഭാഗം. എന്നിട്ട് നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. ഇവിടെ നമ്മൾ അവയവങ്ങളെ എത്തിക്കുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പം നാഡീയ പ്രേഷകങ്ങളെ സ്രവിക്കുന്നു. ഓക്കെ. അതാണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഇത്രയും ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇതൊരു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, അതുകൊണ്ട് എന്തായാലും വൃത്തിക്ക് പഠിക്കണം. ഒന്നും കൂടി ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാം. നമ്മൾ ഇവിടെ നാഡീയ കോശത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ശ്വാൻകോശം, ആക്സോൺ, ആക്സോനൈറ്റ്, സിനാപ്റ്റിക് നോബ് അല്ലേ. അപ്പോൾ ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. അടുത്ത ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും നീളം കുറഞ്ഞ തന്തു കോശ ശരീരത്തിൽ. ഓക്കെ. എന്നിട്ട് ഈ ഡെൻഡ്രൈറ്റിൽ നിന്നും നമ്മുടെ അവയവങ്ങളെ സ്വീകരിക്കുന്നതാണ് ആര്, ഡെൻഡ്രോൺ. ഇതാണ് അതിൻ്റേത്. പിന്നെ അടുത്തത് ശ്വാൻ കോശത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശ്വാൻ
കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശ്വാൻ കോശം? ഈ ഇങ്ങനത്തെ ഈ സ്ക്വയർ ഷേപ്പിലുള്ള ഈ സാധനമാണ് ശ്വാൻ കോശം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഈ നീട്ടത്തിലുള്ള സ്ഥലത്തൊക്കെ എന്താണുള്ള ആക്സോണാണ്. ഈ ആക്സോണിനെ കവർ ചെയ്യുന്ന സംഭവമാണ് എന്ത്? ശ്വാൻ കോശം. അത് കഴിഞ്ഞ് ഈ ആക്സോൺ എന്താണ്? ആക്സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയത്, ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ പറഞ്ഞില്ല ആക്സോൺ, അപ്പോൾ ആ നീളം കൂടിയ തന്തു ആക്സോൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അവയവങ്ങൾ വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ ഡെൻഡ്രോണിൽ. അവിടുന്ന് അവയവങ്ങളെ കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ കോശശരീരത്തിൽ നിന്ന് അവയവങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നതാണ് ആര്? ആക്സോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ അടുത്ത് നമ്മൾ പറയുന്നത് ആക്സോനൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ആക്സോണിൻ്റെ ശാഖകളാണ് ആര്? ആക്സോനൈറ്റ്. ആ ആക്സോനൈറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടുന്ന് ഈ ഏറ്റവും അറ്റത്തുള്ള ഇങ്ങനെ കുത്തു കാണുന്നില്ല പിക്ചറിൽ, ആ സാധനമാണ് എന്ത്? സിനാപ്റ്റിക് നോബ്. അവിടത്തേക്ക് ആവേഗങ്ങളെ എത്തിക്കുന്നു. പിന്നെ അടുത്ത് നമ്മൾ പറയുന്നത് സിനാപ്റ്റിക് നോബ് എന്താണെന്നാ. സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആക്സോണിൻ്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നതല്ലേ സിനാപ്റ്റിക് നോബ്? അതെ. പിന്നെ എന്താ പറയുന്നത്? അവിടെ നാഡിയെ പ്രേക്ഷക ശ്രവിക്കുന്നത് വെച്ചാൽ അവയവങ്ങൾ നമ്മളവിടെ എത്തിച്ചല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നാഡിയെ പ്രേക്ഷക ശ്രവിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അതിൻ്റെ ബാക്കി സ്ലൈഡ് നോക്കാം കേട്ടോ. അത്രയാണ് അതിൻ്റെ. ഇനി നാഡീകോശത്തിൻ്റെ ഘടകങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി വേറൊരു സംഭവം എന്ന് വെച്ചാൽ മൈലിൻ ഷീത്ത് എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അടുത്തത് മൈലിൻ ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ മിക്ക ആക്സോണുകളെയും ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥിരമാണ് മൈലിൻ ഷീറ്റ്. മിക്ക ആക്സോണുകളെയും വലയം ചെയ്യുന്ന കൊഴുപ്പടങ്ങിയ സ്ഥിരമാണ് എന്ത്? മൈലിൻ ഷീറ്റ്. ഓക്കെ, ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. അപ്പോൾ ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. അപ്പം ആക്സോണുകളെ വലയം ചെയ്യുന്നത് എന്താണ്? ശ്വാൻ കോശമാണെന്ന് പറഞ്ഞല്ലോ. അവിടെ കൊഴുപ്പടങ്ങിയ ഒരു സ്ഥലമുണ്ട്, അതാണ് എന്ത് നമ്മൾ പറയുന്നത്? മൈലിൻ ഷീറ്റ്. ഓക്കെ, ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് എന്ത്? നാഡി. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. എന്നിട്ട് പിന്നെ നാഡിയിലെ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നാഡിയിലെ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങളാൽ. ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ഇത് എന്താ നമ്മുടെ ശ്വാൻ കോശം എന്താണ്? ആക്സോണിനെ വലയം ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മിക്ക ആക്സോണുകളെയും ആവർത്തിച്ച് വലയം ചെയ്യുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലം എന്താണെന്ന് വെച്ചാൽ മൈലിൻ ഷീറ്റാണ്. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് എന്ത്? നാഡി. നാഡിയിലെ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്വാൻ കോശങ്ങളാൽ. മസ്തിഷ്കത്തിലെയും സുഷ്മനയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളാൽ. മസ്തിഷ്കത്തിലെയും സുഷ്മനയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളാൽ. അപ്പം മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മിക്ക ആക്സോണുകളെയും വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലം എന്താണെന്ന് വെച്ചാൽ മൈലിൻ ഷീറ്റാണ്. ആക്സോണുകൾ വലയം ചെയ്യുന്നത് എന്താണ്? ശ്വാൻ കോശമാണ്. അവിടെ കൊഴുപ്പടങ്ങിയ ഒരു സ്ഥലമുണ്ട്, അതെന്താണ്? മൈലിൻ ഷീറ്റാണ്. ഒരു കൂട്ടം ആക്സോണുകളെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ നാഡി എന്ന് പറയും. നാഡിയിലെ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്വാൻ കോശങ്ങളാൽ. അതുപോലെ മസ്തിഷ്കത്തിലെയും സുഷ്മനയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ഇത് മറക്കരുത് കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. മസ്തിഷ്കത്തിലെയും സുഷ്മനയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളാൽ. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശങ്ങളും ഒളിഗോഡെൻഡ്രോസൈറ്റാണ്. സൈറ്റ് ശ്വാൻ കോശങ്ങളാണ്. ഓക്കെ, ഒളിഗോഡെൻഡ്രോസൈറ്റ് ശ്വാൻ കോശങ്ങൾ. ഓക്കെ, അപ്പം നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശങ്ങൾ എന്തൊക്കെയാണ്? നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശങ്ങൾ 2 ഉണ്ട്. ഏതൊക്കെയാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റും ശ്വാൻ കോശങ്ങളും. ഓക്കെ, അപ്പം മസ്തിഷ്കത്തിലെ സുഷ്മനയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് വഴിയാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളാൽ. അതുപോലെ നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന 2 കോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റും ശ്വാൻ കോശങ്ങളും. ഓക്കെ, ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിനെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞ് നിർമ്മിക്കുന്നതാണ് മൈലിൻ ഷീറ്റ്. ഓക്കെ, മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ
എന്ന് വെച്ചാൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ വരി, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം പല ആക്സോണുകളെ, കുറേ ആക്സോണുകളില്ലേ, ആ ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ നിർമ്മിക്കുന്നത് എന്താണ്? മൈലിൻ ഷീറ്റ്. മൈലിൻ ഷീറ്റിൻ്റെ നിറം തിളങ്ങുന്ന വെള്ള നിറം, മറക്കരുത് കേട്ടോ. അപ്പം മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മസ്തിഷ്കത്തിലും സുഷ്മയിലെയും മൈലിൻ ഷീറ്റ്, മസ്തിഷ്കത്തിലെയും സുഷ്മയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞ് നിർമ്മിക്കുന്നതാണ് എന്ത്? മൈലിൻ ഷീറ്റ്. മൈലിൻ ഷീറ്റിൻ്റെ നിറം തിളങ്ങുന്ന വെള്ള നിറം. അതുപോലെ മസ്തിഷ്കത്തിലും സുഷ്മനയിലും മൈലിൻ ഷീറ്റ് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ വൈറ്റ് മാറ്റർ. മസ്തിഷ്കത്തിലും സുഷ്മനയിലും മൈലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം എവിടെയാണ്? വൈറ്റ് മാറ്റർ. നമ്മൾ പറഞ്ഞില്ലേ, മസ്തിഷ്കത്തിലും സുഷ്മനയിലും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എന്തുവഴിയാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ്. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലും സുഷ്മനയിലും മൈലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന എവിടെയാണ്? വൈറ്റ് മാറ്ററിൽ. അതുപോലെ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന എന്താണ്? ഗ്രേ മാറ്റർ. ഈ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് കേട്ടോ. വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും തമ്മിൽ. അപ്പോൾ മസ്തിഷ്കത്തിലും സുഷ്മയിലും നാഡീകോശങ്ങളുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്ന ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ വൈറ്റ് മാറ്ററും, നാഡീകോശം ഇല്ലാത്ത ഭാഗം കാണപ്പെടുന്ന എവിടെയാണ്? മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ഭാഗം കാണപ്പെടുന്നത് ഗ്രേ മാറ്റർ എന്നും പറയപ്പെടും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആ മൈലിൻ ഷീറ്റിനെ മൊത്തം പറഞ്ഞു തരാം നിങ്ങൾക്ക്. മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മിക്ക ആക്സോണുകളുടെയും ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്ന, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഷ്വാൻ കോശം എന്ന് പറഞ്ഞാൽ ആക്സോണിന് വലയം ചെയ്യുന്നതാണല്ലോ ഷ്വാൻ കോശം. അപ്പോൾ ഈ ഷ്വാൻ കോശം, അപ്പോൾ അവിടെ ആക്സോണുകളെ ആവർത്തിച്ച് വലയം ചെയ്ത് കൊഴുപ്പടങ്ങിയൊരു സ്ഥലമുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈലിൻ ഷീറ്റ്. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. പിന്നെ നാഡിയിലെ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങളാണ്. മസ്തിഷ്കത്തിലെയും പിന്നെ സുഷ്മനയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുവഴിയാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളാൽ. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലും സുഷ്മയിലും മൈലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതാണ്? വൈറ്റ് മാറ്റർ. പിന്നെ നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന സവിശേഷ കോശങ്ങൾ ഏതൊക്കെയാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റും ഷ്വാൻ കോശങ്ങളും. അപ്പം ഷ്വാൻ കോശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, ആക്സോണിനെ പൊതിയുന്ന ഭാഗം. ഓക്കെ, ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്തിഷ്കത്തെയും സുഷ്മയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതുവഴിയാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ് വഴി. ഓക്കെ, ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിനെ പല തവണയായിട്ട് വിവിധ ഭാഗങ്ങളെ പല തവണയായി പൊതിഞ്ഞ് നിർമ്മിക്കുന്നതാണ് മൈലിൻ ഷീറ്റ്. മൈലിൻ ഷീറ്റിൻ്റെ നിറം എന്താണ്? വെളുത്ത് തിളങ്ങുന്ന വെള്ള നിറമാണ് മൈലിൻ ഷീറ്റ് നിറം. പിന്നെ മസ്തിഷ്കത്തിലും സുഷ്മനയിലും മൈലിൻ ഷീറ്റ് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്ററും, എന്നാൽ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗത്ത് നമ്മൾ എന്ത് പറയുന്നു? ഗ്രേ മാറ്റർ എന്നും പറയപ്പെടുന്നു. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? മൈലിൻ ഷീറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ് പറയുന്നത്. ഓക്കെ, മൈലിൻ ഷീറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ആക്സോണിന് പോഷകഘടകങ്ങൾ നൽകുന്നു, ഓക്സിജൻ എന്നിവ. പിന്നെ ആവകങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പം ആക്സോണിന് പോഷകഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുന്നു. പിന്നെ ആവകങ്ങളെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുതി ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. അപ്പോൾ ഈ മൈലിൻ ഷീറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആക്സോണിന് പോഷകഘടകങ്ങളും ഓക്സിജനും ഒക്കെ നൽകുന്നു, ആവകങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു, പിന്നെ വൈദ്യുതി ഇൻസുലേറ്ററായി വർത്തിക്കുന്നു, അതുപോലെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നു. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞോളൂ. അത് ധർമ്മങ്ങൾ: ആക്സോണിന് പോഷകഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുന്നു, ആവകങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു, വൈദ്യുതി ഇൻസുലേറ്ററായി വർത്തിക്കുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൈലിൻ ഷീറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഇന്ന് എടുത്തത് മൊത്തം ഒന്ന് പറഞ്ഞു തരാം. നോക്കിക്കോ. ആദ്യം നമ്മൾ ഉദ്ദീപനങ്ങളെക്കുറിച്ച് പറയുന്നത് എന്തായിരുന്നു? ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാവുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ. അപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ് വിശപ്പ്, ദാഹം മുതലായവ. ഓക്കെ, പിന്നെ നമ്മൾ ഗ്രാഹികളെക്കുറിച്ച് പറഞ്ഞു. റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന ശരീരത്തിൽ വിവിധ ഭാഗങ്ങളുടെ സവിശേഷമായ കോശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാഹികൾ. എന്നിട്ട് ഈ ഗ്രാഹികൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ തലച്ചോറിലെത്തുകയും അവിടുത്തെ പ്രവർത്തനത്തെ നമ്മൾ എന്ത് പറയുന്നു? പ്രതികരണ പ്രവർത്തനം എന്ന് പറയുന്നു. എന്നിട്ട് ആ
പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എന്താണ്? നാഡീവ്യവസ്ഥ. അത് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതും നാഡീവ്യവസ്ഥയാണ്. തലച്ചോറിൻ്റെ പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. അതുപോലെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എന്താണ്? നാഡീവ്യവസ്ഥയാണ്. ഓക്കെ. പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്തൊക്കെയാണെന്ന് പറയുന്നു. അത് നാഡീകോശമാണെന്ന് പറയുന്നു. പിന്നെ മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ടെന്ന് പറയുന്നു അല്ലേ. പിന്നെ നാഡീകോശത്തിൻ്റെ പ്രധാന മുഖ്യ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതെന്തൊക്കെയായിരുന്നു? ഈ ഒരു പിക്ചർ കാണിച്ചിട്ട് അതിലുള്ളതല്ലേ നമ്മൾ പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ആദ്യം ഡെൻഡ്രൈറ്റിനെ കുറിച്ച് പറഞ്ഞു. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. ഓക്കെ. ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. പിന്നെ നമ്മൾ ഡെൻഡ്രോണിനെ കുറിച്ച് പറയുന്നു. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്ന് നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്ന് അവയവങ്ങളെ സ്വീകരിക്കുകയാണ് ഡെൻഡ്രോൺ അല്ലേ. പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്? ഷ്വാൻ കോശം പറഞ്ഞു. ഷ്വാൻ കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സോണിനെ വലയം ചെയ്യുന്നത്, ആക്സോണിനെ ഇങ്ങനെ വലയം ചെയ്യുന്നതാണ് ഷ്വാൻ കോശം. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ആക്സോൺ എന്താണെന്ന് പറഞ്ഞാൽ, ആക്സോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും നീളം കുറഞ്ഞ തന്തു അല്ലേ, കൂടിയ തന്തു അല്ലേ, ഇവിടെ വരെ നീളം ഇല്ലേ, അത് കോശ ശരീരത്തിൽ നിന്ന് അവയവങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ അവയവങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ പറയുന്ന ആക്സോണൈറ്റ് ആണ്. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആക്സോണിൻ്റെ ഇതല്ലേ ആക്സോൺ. ഈ ആക്സോണിൻ്റെ വിവിധ ശാഖകളാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ അവയവങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. സിനാപ്റ്റിക് നോബ് ഏതാണ്? ഈ എൻഡിലുള്ള സംഭവം. അപ്പോൾ അവിടെ എത്തിക്കുന്നു അവയവങ്ങളെ. അത് കഴിഞ്ഞ് സിനാപ്റ്റിക് നോബിനെ കുറിച്ച് പറയുന്നു. സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം. ആക്സോണൈറ്റിലെ ഈ ശാഖകൾ നമ്മൾ പറഞ്ഞത് ഈ ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. പിന്നെ അവയവങ്ങൾ എത്തിക്കിടക്കുന്നത് സിനാപ്റ്റിക് നോബിലാണല്ലോ. അപ്പോൾ അവിടെ നാഡീയ പ്രേഷക സ്രവിക്കുന്നു. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ എന്തിനെ കുറിച്ചായിരുന്നു? മൈലിൻ ഷീറ്റിനെ കുറിച്ചല്ലേ പഠിച്ചത്? അപ്പം മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മിക്ക ആക്സോണുകളെയും ആവർത്തിച്ചു വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലമാണ് മൈലിൻ ഷീറ്റ്. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. നാഡിയിലെ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്ന ഷ്വാൻ കോശങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ ആക്സോണിനെ വലയം ചെയ്യുന്നത് ആരാണ്? ഷ്വാൻ കോശം. അതുപോലെ തന്നെ അവിടെ മിക്ക ആക്സോണുകളെ അവിടെ ഒരു കൊഴുപ്പടങ്ങിയൊരു സ്ഥലമുണ്ട്. അതാണ് എന്ത്? മൈലിൻ ഷീറ്റ്. ഓക്കെ. പിന്നെ മസ്തിഷ്കത്തിലെയും സുഷ്മനിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒളിഗോഡെൻഡ്രോസൈറ്റുകളാലാണ്. അതുപോലെ മസ്തിഷ്കത്തിലും സുഷ്മനിലും മൈലിൻ ഷീറ്റിലുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം എന്താണ്? വൈറ്റ് മാറ്റർ. നാഡീകോശം സംരക്ഷണം നൽകുന്ന സവിശേഷ കോശമാണ് ഒളിഗോഡെൻഡ്രൈറ്റും ഷ്വാൻ കോശവും. ഒരു ഒളിഗോഡെൻഡ്രൈറ്റും ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ നിർമ്മിക്കുന്നതാണ് മൈലിൻ ഷീറ്റ്. ഓക്കെ. മൈലിൻ ഷീറ്റിൻ്റെ നിറം എന്താണ്? തിളങ്ങുന്ന വെള്ള നിറം. ഓക്കെ. മസ്തിഷ്കത്തിലും സുഷ്മനിലും മൈലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതാണ്? വൈറ്റ് മാറ്റർ. ഓക്കെ. പിന്നെ നമ്മൾ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഗ്രേ മാറ്റർ. പിന്നെ മൈലിൻ ഷീറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ വായിച്ച് കൃത്യമായി നോട്ട് എഴുതി പഠിക്കുക. എല്ലാവരും കൃത്യമായി പഠിച്ച് മുമ്പോട്ട് പോവുക. ഓക്കെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.